കൃഷ്ണ കൃഷ്ണ മുകുന്ദ പാഹി വൃഷ്ണിവംശമരന്തമേ. തിരുവനന്തപുരം ജില്ലയിൽ മഹാവിഷ്ണുവിന്റെ തേജസ്സിനാൽ അനുഗ്രഹിക്കപ്പെട്ട് വൈകുണ്ഠതുല്യം പ്രശോഭിക്കുന്ന പുണ്യഭൂമിയാണ് ഗോവിന്ദമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോവിന്ദമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ശാന്തസ്വരൂപനായ ശ്രീ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പഴമയേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം നാടിന് നന്മയും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്തുകൊണ്ട് പടിഞ്ഞാറ് ദർശനമായി നിലകൊള്ളും. ഗോവിന്ദമംഗലം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം അതിമനോഹരമായ ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ്. ഉപദേവതമാരായി ഗണപതി, ശിവൻ, അയ്യപ്പൻ, നാഗരാജാവ് എന്നിവരെ പ്രധാന ശ്രീകോവിലിനടുത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ വെടിവഴിപാട് പതിവില്ല എന്ന സവിശേഷതയുമുണ്ട്. ക്ഷേത്രത്തിലെ ആണ്ടുതോറുമുള്ള മേടവിഷു മഹോത്സവം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് വിഷുക്കണി ദർശനം, എഴുന്നള്ളത്ത്, നഗരപ്രദക്ഷിണം, കലാസാംസ്കാരിക പരിപാടികൾ, അന്നദാനം എന്നിവ അനേകം ഭക്തരെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നു. ക്ഷേത്രത്തിൽ ഭക്തിമാർഗത്തിന് പ്രാധാന്യം നൽകുന്ന ആണ്ടുതോറുമുള്ള ഭാഗവത സപ്താഹയജ്ഞം നടത്തിവരാറുണ്ട്. ദുരിതങ്ങളുടെ പരിഹാരത്തിനും മനഃശാന്തിക്കും ഈശ്വരകൃപയ്ക്കുമായാണ് ഇത് നടത്തിവരാറുള്ളത്. 7 ദിവസത്തെ പാരായണവും പ്രഭാഷണവും അവസാന നിമിഷം അവഭൃത സ്നാനത്തിനു ശേഷം സമർപ്പണ പൂജയോടെ പൂർത്തിയാകുന്നു. പുണ്യദിനമായ അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി, കുചേലദിനം, കുംഭമാസത്തിലെ പൂന്താനം ദിനം എന്നിവയും ക്ഷേത്രത്തിൽ ആചരിച്ചു പോകുന്നു. ഭക്തചിത്തവിഹായ രംഗേ നൃത്തമാടിയ താരമേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ. ഗോവിന്ദമംഗലം ശ്രീ മഹാക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനം മനസ്സിന് ശാന്തി നൽകുന്നു. വൃഷ്ണിവംശമരന്തമേ, വൃഷ്ണിവംശമരന്തമേ. മനസ്സിനെ അധീനതയിൽ നിർത്തുവാനുള്ള വിദ്യയാണ് ശരിയായ വിദ്യ. അതാണ് ആധ്യാത്മിക വിദ്യ. ആദ്യം ഈ വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ നമ്മൾ നേടിയിട്ടുള്ള മറ്റ് വിദ്യകളെ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ കഴിയൂ.